ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിക്കാനുള്ള തീരുമാനം. എന്നാൽ ആ സമയം തോന്നിയ അബദ്ധം, അതാണ് കാമുകിയുടെ ജീവനെടുത്തത്. മരിക്കാൻ സാധിക്കാത്തതിൽ തനിക്ക് കുറ്റബോധമുണ്ട്. കോഴിക്കോട് എലത്തൂരിൽ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വൈശാഖിൻ്റെ ഈ മൊഴികൾ വിശ്വസനീയമാണ്. കൊലപാതകം നടന്ന വർക്ക്ഷോപ്പ് അടക്കമുള്ള സ്ഥലങ്ങളിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് പ്രതി ഇക്കാര്യങ്ങൾ പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞത്. എന്നാൽ ഈ വാദങ്ങൾ പോലീസ് ഇനിയും മുഖവിലയ്ക്കെടുത്തിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ വിവരങ്ങൾ സ്ഥിരീകരിക്കാനാകൂവെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ഇതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ വൈശാഖിൻ്റെയും ഭാര്യയുടെയും മൊഴികൾ പ്രത്യേകമായും ഒന്നിച്ചും രേഖപ്പെടുത്തും. അതിനിടെ പ്രതിയും യുവതിയും ഒന്നിച്ച് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതും കൊലപാതകത്തിന് ശേഷം മൃതദേഹം പുറത്തേക്ക് എത്തിച്ച് കാറിൽ കയറ്റുന്നതുമായ ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാണ്. പ്രതി വൈശാഖിനെ 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെയാണ് പ്രതിയുമായി പോലീസ് മാളിക്കടവിലെ വൈശാഖിന്റെ ഐഡിയൽ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ തെളിവെടുപ്പ് നടത്തിയത്. യുവതിയും വൈശാഖനും മുറിക്കുള്ളിൽ ഒരുമിച്ച് തൂങ്ങാൻ ശ്രമം നടത്തിയതും സ്റ്റൂൾ തട്ടിമറിച്ച് എങ്ങനെയാണ് താൻ യുവതിയെ കൊലപ്പെടുത്തിയതെന്നും പ്രതി പോലീസിനോട് വിശദീകരിച്ചു. യുവതിക്ക് നൽകാൻ ഉറക്കഗുളിക വാങ്ങിയ മെഡിക്കൽ ഷോപ്പ്, ഗുളിക മിശ്രിതമാക്കാൻ ഉപയോഗിച്ച ജ്യൂസ് വാങ്ങിയ കട എന്നിവിടങ്ങളിലും പോലീസ് പ്രതിയുമായി തെളിവെടുപ്പിനെത്തി. കഴിഞ്ഞ ദിവസം വൈശാഖിന്റെ വർക്ക്ഷോപ്പിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തിയിരുന്നു. യുവതിയുടെ കഴുത്തിലെ കയർ മുറിച്ച് താഴെയിറക്കി കിടത്തിയ സ്ഥലത്തെ മണ്ണും വൈശാഖൻ ഉപയോഗിച്ചിരുന്ന ടവൽ തുടങ്ങിയ വസ്തുക്കളും യുവതിക്ക് നൽകിയ ഉറക്കഗുളിയുടെ അംശവും സ്ഥലത്തു നിന്നും കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിൽ കുറ്റബോധമുണ്ടെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. കൃത്യം നടത്തിയത് ഭാര്യക്കറിയാമെന്നും വൈശാഖൻ മൊഴി നൽകി. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ഭാര്യയെ വിളിച്ചു വരുത്തി കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. പ്രതി യുവതിയുമായി വർക്ക്ഷോപ്പിലെത്തുന്നതിൻ്റെയും ഇരുവരും തമ്മിൽ നടത്തിയ സംഭാഷണമടക്കമുള്ള നിർണായക ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 16 വയസ്സ് മുതൽ വൈശാഖനും യുവതിയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ലൈംഗിക ദുരുപയോഗമടക്കമുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്ന യുവതിയുടെ ഡയറി കണ്ടെടുത്തതിന് പിന്നാലെ പ്രതിക്കെതിരെ പോക്സോ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. തന്നെ വിവാഹം കഴിക്കണമെന്ന് യുവതി ആവശ്യപ്പെട്ടതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണത്. ഭാര്യയോട് കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് യുവതി മുന്നറിയിപ്പ് നൽകിയതോടെ യുവതിയെ ഒഴിവാക്കാൻ വൈശാഖൻ തീരുമാനിക്കുകയായിരുന്നു. കുറച്ചുനാളായി അകൽച്ച പാലിച്ചു നിന്ന യുവതിയുമായി കൊല നടത്താനായി വൈശാഖൻ വീണ്ടും അടുപ്പം ഭാവിക്കുകയായിരുന്നു. ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഒരുമിച്ച് കയർകൊണ്ട് കുരുക്കുണ്ടാക്കിയെങ്കിലും വൈശാഖൻ യുവതിയെ തന്ത്രപൂർവ്വം കൊലപ്പെടുത്തി. മൃതദേഹത്തിലും ലൈംഗികാതിക്രമം നടത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.